ഹലോ ഗൈസ്, എല്ലാവർക്കും അമ്മൂസ് വ്ളോഗ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഈ സ്വാഗതവും ഭാഗത്തും ഒക്കെ പറഞ്ഞിട്ട് എങ്ങോട്ടാണെന്നായിരിക്കും. എങ്ങോട്ടും അല്ല, അരി മേടിക്കാൻ പോവുകയാണ്. ചോറ് വയ്ക്കുന്ന അരിയൊക്കെ കഴിഞ്ഞു ഗൈസ്. അപ്പോൾ നമുക്ക് ചോറ് വയ്ക്കുന്ന അരി മേടിക്കാൻ വേണ്ടി പോവാം. റേഷൻ അരിയും ഉണ്ടായിരുന്നു, അതും കഴിഞ്ഞു. അപ്പോൾ നമുക്ക് തിരുനെല്ലായി മില്ലിലാണ് ഞാൻ പോയി എന്നും മീൻസ് നമ്മൾ അരി കഴിയുമ്പോൾ ഞാൻ അരി മേടിക്കാറുള്ളത്. പിന്നെ ഇഡ്ഡലി അരി മേടിക്കണം, പിന്നെ പച്ചരി മേടിക്കണം, ഉഴുന്ന് മേടിക്കണം. എനിക്ക് അവിടുത്തെ മില്ലിലാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അത് നമ്മുടെ തിരുനെല്ലായി മില്ലിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അപ്പോൾ ഞാനൊരു കാര്യം ചോദിക്കണം. അപ്പോൾ ഞാൻ അരി മേടിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അരി മേടിക്കാൻ വേണ്ടിയിട്ടുള്ള മേക്കപ്പൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ഒരു പൗഡർ ഇട്ടു, പിന്നെ ഒരു ലിപ് ബാം അടിച്ചു. ഇനി കുറച്ച് സ്പ്രേയും കൂടി അടിക്കാം. സ്പ്രേ വിട്ട് കളിയില്ല ഗൈസ്. ലിപ്സ്റ്റിക്കും സ്പ്രേയും എൻ്റെ ഫേവറേറ്റ് ആണ്. അപ്പോൾ അരി മേടിക്കണം. പിന്നെ എൻ്റെ ടോപ്പ് എങ്ങനെയുണ്ട് ഗൈസ്? ഞാനൊരു ചെറിയ ഇൻസ്റ്റയിലെ ചെറിയൊരു ഇങ്ങനെ ക്ലോത്തിങ്ങിൻ്റെ സെയിൽ പോലെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് എടുത്തതാണ്. നന്നായിട്ടുണ്ടോ? ശരി, നന്നായിട്ടോ നന്നായിട്ടാണ് കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് അരി മേടിക്കാൻ പോകാം. അതാണ് ഇന്നത്തെ സബ്ജക്റ്റ്. അപ്പോൾ ഞാൻ പോണ വഴിയുള്ള കാഴ്ചകൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നെ ഞാൻ വരുന്ന വഴി ഒരു ചായ ഒക്കെ കുടിക്കും. കരിപ്പെട്ടി ചായ. ആ വഴി പോകുന്ന സമയത്ത് അവിടെ ഒരു കരിപ്പെട്ടി ചായ ഉണ്ട്. അതെനിക്ക് ചായയല്ല, കോഫി. അപ്പോൾ അത് ഞാൻ കഴിക്കും. അത് ഞാൻ പറ്റുകയാണെങ്കിൽ മാത്രം ഞാൻ വീഡിയോ എടുക്കാം. പിന്നെ വന്നിട്ടുള്ള ബാക്കി ചില്ലറ അങ്ങനെയുള്ള വീഡിയോ എടുക്കാം. ഓക്കെ, അപ്പോൾ ചാറ്റാ ഗൈസ്, ഞാൻ പോട്ടെ. ശരി, എൻ്റെ വീഡിയോ ഒക്കെ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണം. ഒന്ന് കത്തിച്ച് വിട്ടാൽ വലിയ ഉപകാരമായി ഗൈസ്. ശരി, ടാറ്റ. അപ്പോൾ ഞാൻ റെഡിയായി വെളിയിറങ്ങി, ഒരുങ്ങി കെട്ടി. എപ്പോൾ വെളിയിറങ്ങിയാലും പണ്ടാരം മഴ വന്നിട്ടുണ്ട്. മഴ നിങ്ങൾക്ക് ഇതിൽ കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷേ ഈ മഴ വന്നിട്ടുണ്ട്. എപ്പോൾ ഞാനൊരു വഴിക്ക് പോകണം പറഞ്ഞിട്ട് ഇറങ്ങിയാലും അപ്പോൾ വരും മഴ. ഇപ്പോൾ വല്ലാത്ത ജാതി മഴ. എപ്പോൾ ഒരുങ്ങി കെട്ടി ഇറങ്ങിയാലും മഴയാണ്. ഇനിയിപ്പോൾ ഇതൊന്നും നിൽക്കട്ടെ, കോട്ടക്കുണ്ട്, പക്ഷേ അരിയല്ല വരുന്നത്. അതുകൊണ്ട് കുറച്ച് നേരം കൂടി വെയിറ്റ് ചെയ്യാം, എന്നിട്ട് നമുക്ക് ഇറങ്ങാം. കണ്ടില്ലേ മഴ? നിങ്ങൾക്ക് അങ്ങനെ അറിയുമ്പോൾ എനിക്കറിയില്ല. ഞാൻ കുറച്ച് കഴിഞ്ഞ് ശ്രദ്ധിക്കും. ഞാനിവിടെ ഇറങ്ങാൻ വേണ്ടി കാര്യം വെച്ചാൽ അപ്പോൾ വരും ഇത് നോക്കാനായിരിക്കും. ശരി ഗൈസ്, ഞാൻ എന്തായാലും പോയി എപ്പോഴാണ് ഇറങ്ങുന്നൊന്നും അറിയില്ല. ഇറങ്ങുന്ന സമയത്ത് ഞാൻ വീഡിയോ വിടും. ശരി, ടാറ്റാ. അപ്പോൾ ഗൈസ്, അരിയൊക്കെ മേടിച്ചു. നനഞ്ഞൊന്നുമില്ല, കാരണം ഞാൻ കോട്ടിട്ടിട്ടുണ്ടല്ലോ. അങ്ങനെ ഏകദേശം നമ്മുടെ വീട്ടിൽ കാണുന്ന സാധനങ്ങളൊക്കെ ഞാൻ മേടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ അറിയാം, ഭക്ഷണം കഴിക്കാം. കാരണം ഞാനിന്ന് രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല. എനിക്ക് കഴിക്കാൻ പറ്റില്ല രാവിലെ മുതൽ. അപ്പോൾ ഞാൻ എന്തായാലും കഴിക്കാം. ഓക്കെ, സൗണ്ട് കേൾക്കുന്നുണ്ട്, മഴ പെയ്യുന്നുണ്ട്. ഇപ്പോഴും മഴ പെയ്യുന്നുണ്ട് ഇവിടെ. ശരി, നമുക്ക് കഴിച്ചാലോ? എനിക്ക് കഴിച്ചിട്ട് വേണം ദോശ കഴിഞ്ഞു. അപ്പോൾ നമുക്ക് അരി വെള്ളത്തിലിടണം. അതിനുശേഷം പിന്നെ ഈവനിങ്ങിലുള്ള ചായക്കുള്ള കടിയൊക്കെ ഉണ്ടാക്കണം. അപ്പോൾ ചെയ്യണം. ഓക്കെ, അതൊക്കെ കളിക്കട്ടെ, നമുക്ക് ചോറും. ഓക്കെ, കമൺ. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ഇത് ചിക്കനും ചേനയും കൂടിയിട്ടുള്ള കറിയാണ്. അതായത് ഇന്നലെ ചിക്കൻ നൈറ്റ് കുറച്ച് ഇങ്ങനെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് ചിക്കൻ ഫ്രൈ ആണ്, അതായത് പെരട്ട് പോലെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് ചിക്കൻ ബാലൻസ് ഉണ്ടായിരുന്നു, അതിന് ഞാൻ ചിക്കൻ ചേനയിട്ട് വെച്ചു. ഇത് ഇന്നലത്തെ മോരുകറി, ഇത് പടവളങ്ങിയും കടലപ്പരിപ്പും കൂടി ഉപ്പേരി. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ഇതിൽ ചിക്കൻ ഒന്നും ഉണ്ടാവില്ല കഴിച്ച്, ഇതിൽ ഫുള്ള് ചേനയായിരിക്കും. കാരണം ആ 2-3 പീസ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ ചേന ഇട്ടിട്ട് വെച്ചേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇതും പിന്നെ കുറച്ച് പടവളങ്ങി ഉപ്പേരിയും പിന്നെ ചിക്കൻ പെരട്ടൊക്കെ ഉണ്ട്. ചിക്കൻ ഞാൻ ബീഫ് റോസ്റ്റ് ചെയ്യുന്ന പോലെ റോസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അതെല്ലാം കൂടി പേസ്റ്റ് ചെയ്ത് ഒന്ന് കഴിക്കാം. ഓക്കെ ഗൈസ്, അപ്പം കഴിക്കട്ടെ. എല്ലാം കൂടി കൂട്ടി പൊളിച്ച് പിടിക്കട്ടെ. വാവ്, അമേസിങ്. അത്ര നല്ലല്ല, കുഴപ്പമില്ല, കഴിക്കാം. ചിക്കൻ പെരട്ട് സൂപ്പറാണ് ഗൈസ്. ചിക്കൻ നന്നായിട്ട് റോസ്റ്റ് ചെയ്തിട്ടാണ് സെറ്റ് ഉണ്ടാവും. പിന്നെ എല്ലാവരും ചിക്കൻ കുമ്പളങ്ങി വെച്ചിട്ടുണ്ടാവും. ചേന ഇട്ടിട്ട് വെക്കുന്നവരുണ്ടാവും, പക്ഷേ നമ്മളൊന്ന് വെച്ച് നോക്കണം. നല്ല ടേസ്റ്റ്. ചേനയ്ക്ക് വെച്ചാൽ ഒരു വേറെ ടേസ്റ്റാണ്. അങ്ങനെ ടേസ്റ്റ്. പടവലയും കടലപ്പയും എനിക്ക് അത്ര ഇഷ്ടമല്ല, എന്നാലും ഉണ്ടാക്കി. ഓക്കെ ഗൈസ്, ഞാൻ ഫുഡൊക്കെ കഴിക്കട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.